超级天才地宝，他已经学会。സോ എപ്പിസോഡിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ സാറാണെങ്കിൽ ഇവർക്കൊക്കെ ഈ സോഡ് മെയിൻ്റനൻസിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കായിരിക്കും. എന്താണെന്ന് വെച്ചാൽ ഓരോ ആൾക്കാർക്കും ഓരോ സോഡ് ഉണ്ടാവും. അപ്പോൾ ആ സോഡിന് ടൈമിനനുസരിച്ച് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പഠിക്കേണ്ടി വരും. അപ്പോൾ എന്താ വെച്ചാൽ ഒരു ആനിമേ വേൾഡ് ആകുമ്പോൾ അവിടെ സോഡിന് സ്പിരിറ്റ് ഉണ്ടാവും. അതൊരു മനുഷ്യനെക്കാട്ടും കുറവായിരിക്കില്ല അതിൻ്റെ ശക്തി. ഇപ്പോൾ ഒരാൾ അയാളെ സോഡ് നല്ലപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണമെന്നാണെങ്കിൽ അതിൻ്റെ സ്പിരിറ്റിൻ്റെ പവർ കുറവായിരിക്കും. മാത്രമല്ല വേറൊരു കാര്യം കൂടി, ഇപ്പോൾ യു ആണെങ്കിൽ സാറിൻ്റെ അതായത് ഹൈറ്റ്ലറിൻ്റെ ഒപ്പം ഇപ്പോൾ സ്കൂളിൽ ചേർന്ന് വർക്ക് ചെയ്യുന്നുണ്ടാവും. അങ്ങനെ നിൽക്കുമ്പോൾ സ്പിരിറ്റ് ആണെങ്കിൽ ഇപ്പം എന്നോട് വന്നിട്ട് സങ്കടം പറയും, ഞാൻ എന്ന് മുതൽ ജനിച്ചോ അന്ന് മുതൽ തന്നെ എൻ്റെ മെയിൻ്റനൻസ് ഒന്നും ശരിയായിട്ടല്ലല്ലോ നോക്കണം, എനിക്കന്ന് ശരിയായിട്ട് നോക്കിയാൽ പക്ഷെ വേഗം അത് മെയിൻ ആക്കൂല. പിന്നെ ആണത് ഈ ഫ്രണ്ട്സൊക്കെ ഇവിടെ ഒറ്റ ടൈമിൽ പോയിക്കൊണ്ടിരിക്കും. അപ്പോഴായിരിക്കും ഈ മെയിൻ്റനൻസിനെ കുറിച്ചിട്ട് അവിടെ ഒരു വർത്താനം ഉണ്ടാവുക. അപ്പോൾ ചെന്നാണെങ്കിലും പറയും, ഞാൻ എൻ്റെ ഈ സോട്ടിന് വേണ്ടിയിട്ട് ഓൺലൈനിൽ നിന്ന് ഒരു സാധനം മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ സുഞ്ഞാണെങ്കിൽ പറയും ഓരോ സോഡിനും ഓരോ തരത്തിലായിരിക്കും. ഇപ്പോൾ നല്ല പവറുള്ളതിനാണെങ്കിൽ അതിനനുസരിച്ച് അതിൻ്റെ മെയിൻ്റനൻസ് നല്ല ബുദ്ധിമുട്ടായിരിക്കും. അതായത് അതിൻ്റെ മെയിൻ്റനൻസ് അത്രയ്ക്ക് പവറിലായിരിക്കും ചെയ്യേണ്ടി വരിക. അതുകൊണ്ട് തന്നെ ഓൺലൈനിൽ വാങ്ങിച്ചൊരു പ്രൊഡക്റ്റ് വെച്ചിട്ട് സോഡ് മെയിൻ്റനൻസ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഉദ്ദേശിക്കണം എത്തിക്കൊള്ളണമെന്നില്ല. അതിൻ്റെ ശേഷം സുന്നാണെങ്കിൽ കുറച്ച് VIP കാർഡ്സ് കാണിക്കും സോഡ് മെയിൻ്റനൻസിനുള്ള ഒരു ഷോപ്പിൻ്റെ. അപ്പോൾ പറയും നമുക്ക് ഇവിടെ പോയിട്ട് നമ്മൾ മെയിൻ്റനൻസ് ചെയ്യാറ്. അതിൻ്റെ കൂടെ ആണെങ്കിൽ നമ്മളെ വാങ്ങിനും ഓള് വിളിക്കുന്നുണ്ടാവും, ഓളെ കൂടെ ചെല്ലാൻ മെയിൻ്റനൻസിന്. അതിൻ്റെ ശേഷമാണെങ്കിൽ ഇപ്പോൾ എല്ലാവരും കൂടി ഒരു വലിയ അതായത് ഒരു അടിപൊളി മെയിൻ്റനൻസ് ഷോപ്പൊക്കെ എത്തിയിട്ടുണ്ടാവും ഒരു സോഡിൻ്റെ. അതിലേക്കുള്ള VIP കാർഡ്സ് ആയിരിക്കും സുന്നിൻ്റെ അടുത്തുണ്ടാവുക. അങ്ങനെ ഇവർ അതിൻ്റെ ഉള്ളിലേക്ക് എത്തിയപ്പോൾ ഗുവും അതുപോലെ തന്നെ ചെന്നൊക്കെ അവിടുത്തെ ഒരു സാധനങ്ങളൊക്കെ കണ്ടിട്ട് അതായത് പുതിയ പുതിയ വെറൈറ്റി സോഡ്സ് ഒക്കെ കണ്ടിട്ട് ആകെ അന്തം വിട്ടൊക്കെയായിരിക്കും. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അവിടേക്ക് ലിന്നി വരിക. ഓൾ അവിടുത്തെ ഒരു മെയിൻ്റനൻസ് ചെയ്യണ ഒരു സ്റ്റാഫ് ആയിരിക്കും. അതിൻ്റെ ശേഷം ഓളാണെങ്കിൽ എല്ലാവരും സോഡ് മെയിൻ്റനൻസിലേക്ക് മുഴുകി നിൽക്കായിരിക്കും. അതിൽ ഇവരെല്ലാവരും കൂടി ഞെട്ടും. കാരണം എന്താ വെച്ചാൽ ഓൾ കുറച്ച് പ്രൊഫഷണൽ ആയിട്ടായിരിക്കും ഈ കാര്യങ്ങളൊക്കെ അല്ല കറക്റ്റായിട്ട് നീറ്റായിട്ടായിരിക്കും ചെയ്യേണ്ടാവുക. അങ്ങനെ വർത്താനം പറഞ്ഞിട്ട് ഓൾ പറയും, ഞാൻ ചെറുപ്പം മുതൽ തന്നെ സോഡ് സ്പിരിറ്റിൻ്റെ ഒപ്പമായിരിക്കും താമസിക്കുന്നുണ്ടാവുക. അതുകൊണ്ട് തന്നെ എനിക്ക് സോഡിൻ്റെ മെയിൻ്റനൻസ് ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ ഗോ ചോദിക്കും, ഓളെ സിസ്റ്ററിനെ കുറിച്ചിട്ടൊക്കെ അവനെ ചോദിക്കും. അപ്പോൾ ഓൻ്റെ ചോദ്യം കേട്ടപ്പോൾ ലിനി കുറച്ച് സങ്കടമായിട്ടുള്ള പറയും, എനിക്ക് 8 വയസ്സായിരുന്നപ്പോൾ എൻ്റെ ആ ചേച്ചിയാണെങ്കിൽ എനിക്കൊരു സ്ലിപ്പ് ചെയ്തിട്ട് അതായത് ഓൾ വേറെ സ്ഥലത്തേക്ക് അത് വേറെ സിറ്റിക്ക് ഈ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട് പോകാറുണ്ട്. ഇതുവരെ ആയിട്ട് ഓൾ വന്നിട്ടില്ല എന്ന് പറയും. അതിൻ്റെ ശേഷമാണ് ഞാൻ സോഡ് മെയിൻ്റനൻസിൻ്റെ ഇതിൽ ജോലി ചെയ്യാൻ തുടങ്ങിയത്. കാരണം എന്താ വെച്ചാൽ ഇതുവരെയെങ്കിലുമൊക്കെ സിസ്റ്ററിനെ കാണാൻ പറ്റുമല്ലോ. അപ്പം ഞാൻ ഈ എക്സ്പ്ലെയിൻ ചെയ്യുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് എവിടെയെങ്കിലും മാറ്റാനോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പറയട്ടോ, കമൻറ്റിൽ പറയട്ടോ. അപ്പോൾ ചെന്നാണെങ്കിൽ കാരണമായിട്ട് പറയാം, എൻ്റെ സിസ്റ്ററിനെ ഇത്രയ്ക്ക് സ്നേഹിക്കുന്നുണ്ടോ, അതുകൊണ്ടാണോ ഇതുവരായിട്ട് ഒരു സോഡ് പോലും വാങ്ങിക്കാത്ത ചോദിക്കുമ്പോൾ ഓൾ അറിയും, അതുകൊണ്ടല്ല, എൻ്റെ അടുത്തൊരു സോഡ് വാങ്ങിക്കാനുള്ള പൈസ ഇല്ല അതുകൊണ്ടാണെന്ന് പറയും. അപ്പോൾ വേഗം ചോദിച്ചപ്പോൾ സ്പിരിച്വൽ സ്പോർട്ടിൻ്റെ ക്ലാസ്സിൽ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചപ്പോൾ ഒന്നും മുണ്ടില്ല. അങ്ങനെ നിൽക്കുമ്പോഴേക്കും അങ്ങോട്ട് ടാങ് വരിക. എന്തിനാ വെച്ചാൽ ഓൻ്റെ ഫ്രണ്ട്സിൻ്റെയും സ്പോർട് മെയിൻ്റനൻസിന് വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് ചെന്നീൻ്റെ അടുത്തൊരു പടക്ക് കത്തിയോള് കൊടുത്തിട്ട് പറയും, ഇതൊക്കെ എനിക്ക് ഇന്ന് തന്നെ റെഡിയാക്കി കിട്ടണം പറയും. അപ്പോൾ ലിന്നു പറയും, ഇതൊക്കെ റെഡിയാക്കി കിട്ടണമെങ്കിൽ ഏകദേശം ഒരു 3 ദിവസമെങ്കിലും കുറഞ്ഞത് വേണമെന്ന് പറയും. അപ്പോൾ സുന്നാണെങ്കിലുള്ള VIP കാർഡ് കാണിച്ചിട്ട് പറയും, ഇവിടെ ഇപ്പോൾ എപ്പം തന്നെ ബുക്ക്ഡാണ് പറയും. അപ്പോൾ ടാങ് ആണെങ്കിൽ പറയും, ഞാൻ എനിക്ക് എക്സ്ട്രാ പൈസ തരാം, ഇത്ര പൈസ തരാം, അങ്ങനെയാണെങ്കിൽ ജിൻ്റെ ചെയ്ത് ചോദിക്കുമ്പോൾ ഇവളാണെങ്കിൽ സമ്മതിക്കും. കാരണം എന്താ വെച്ചാൽ ഓൾക്കിപ്പോൾ സോഡ് വാങ്ങിക്കൽ അത്യാവശ്യമാണ്. അങ്ങനെ നിൽക്കുമ്പോൾ വാങ്ങും സുന്നും ഗുവോ ചെന്നും ഇവരെല്ലാവരും ഇങ്ങനെ വർത്താനം പറഞ്ഞിട്ട് അവർക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോൾ വാങ്ങ് പറയും, എന്തുകൊണ്ട് നമുക്കൊരു കത്തി ഓൾക്ക് ഉണ്ടാക്കി കൊടുത്തൂടാ, നമുക്ക് വേണമെങ്കിൽ അവൾക്ക് വാങ്ങിച്ചു കൊടുക്കാൻ പറ്റിയെന്ന് വരില്ല, പക്ഷേ എന്തുകൊണ്ട് നമുക്ക് ഉണ്ടാക്കി കൊടുത്തൂടാ പറയുമ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഓക്കെ എന്നാവും. അങ്ങനെ ലിന്നാണെങ്കിൽ ഈ സ്ഥലമൊക്കെ പൂട്ടിയിട്ട് പോകുമ്പോഴായിരിക്കും അവിടുത്തെ വർക്ക്ഷോപ്പിൽ ഇവർ 4 ആളും കൂടി ഒത്തുകൂടിയിട്ടുണ്ടാവും ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ നിൽക്കുമ്പോൾ ചെന്നാണെങ്കിൽ അതുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് കൊടുത്തിട്ടുണ്ടാവും. വാങ്ങാണെങ്കിൽ അതുണ്ടാക്കാനുള്ള മോഡൽ വരച്ച് കൊടുത്തിട്ടുണ്ടാവും. പിന്നെ സുന്നാണെങ്കിൽ ഇവരെ ഗൈഡ് ചെയ്യുന്ന ആളായിരിക്കും, ഇങ്ങനെയൊക്കെ ഉണ്ടാക്കേണ്ടത് ഇൻസ്ട്രക്ഷൻ പറഞ്ഞു കൊടുക്കുന്ന ആളായിരിക്കും. അങ്ങനെ ഇവർ ഓരോ മെറ്റീരിയൽസൊക്കെ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് അതിൻ്റെ അകത്തുള്ള പവേഴ്സ് എത്രയെന്ന് നോക്കുമ്പോൾ ഇതൊക്കെ ഓക്കെ അങ്ങനത്തെ ഒക്കെ ഒരു പവറായിരിക്കും. അതായത് കുഴപ്പമില്ല എന്നൊക്കെ പറയില്ലേ, അത്രക്കൊക്കെ ഉള്ളൂ. അപ്പോൾ ഇതുണ്ടെങ്കിൽ ഒരു നല്ല അടിപൊളി സോഡ് ഉണ്ടാക്കാൻ പറ്റില്ല, അതായത് നല്ല പവറില്ല. അങ്ങനെ നിൽക്കുമ്പോൾ വാങ്ങാണെങ്കിൽ ആ കൗൺസിലറിൻ്റെ അടുത്തുള്ള ആ സാധനം എടുത്തിട്ട് വരും. അപ്പോൾ അതാണെങ്കിൽ നല്ല പവർഫുള്ളായിരിക്കും, ഇതൊക്കെ വെച്ചിട്ട് നല്ല പവർഫുള്ളായിരിക്കും. അപ്പോൾ ഓല് വിചാരിക്കുന്നത് ഇത് വെച്ചിട്ട് തന്നെ ഉണ്ടാക്കാൻ വിചാരിച്ചിട്ട് അതുണ്ടാക്കാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആണെങ്കിൽ ലിന്നെ ആ കടമൊക്കെ തുറന്നിട്ട് ഉള്ളിൽ കയറി നോക്കിയപ്പോൾ ഇവരുടെ ഫ്രണ്ട്സൊക്കെ അവിടെ കാത്തിക്കുണ്ടാവും. അങ്ങനെ സുന്നാണെങ്കിൽ ആ കത്തി കൊടുത്തിട്ട് വെള്ളത്ത് കൊടുക്കുമ്പോൾ ഇവൾ കരയാൻ തുടങ്ങും. അപ്പോൾ ഇവർ വിചാരിക്കും ഓൾക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല വിചാരിച്ചിട്ട് ഗു ആണെങ്കിൽ സോറിയൊക്കെ പറയും. അപ്പോൾ പറയും, അങ്ങനെയല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായി, കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ സിസ്റ്ററിൻ്റെ അടുത്തുള്ള സെയിം ടു സെയിം സാധനമാണ് പറയും. അപ്പോൾ എല്ലാവരും കൂടി കേട്ടപ്പോൾ ആകെ അന്തം വിടും. കാരണം എന്താ വെച്ചാൽ വേങ്ങായിരിക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടാവും, അതിൻ്റെ ഡിസൈൻ വരച്ചിട്ടുണ്ടാവുക.
അപ്പോൾ അതും കൂടി കേട്ടപ്പോൾ സുനിനാണെങ്കിൽ കുറച്ചും കൂടി ഇഷ്ടമായി ഭയങ്കര. കാരണം അവൻ ഇത്രയ്ക്ക് പ്രിഡിക്റ്റ് ചെയ്ത് സെയിം സാധനം കൊടുത്തല്ലോ. അങ്ങനെ നിൽക്കുമ്പോഴായിരിക്കും അങ്ങോട്ട് ടാങ്ക് വരുന്നത്. ടാങ്ക് വന്നിട്ട് എൻ്റെ സോഡ ഓൾറെഡി ചോദിച്ചപ്പോൾ ഓളാണെങ്കിൽ കഴിഞ്ഞ ദിവസം രാത്രി വരാതെ ഇരുന്നിട്ട് നന്നാക്കിയിട്ടുണ്ടാവും. എൻ്റെ സോഡ് കൊടുത്തപ്പോൾ ഓനാണെങ്കിൽ ഓൻ്റെ സോഡിനെ കുറിച്ച് പൊക്കി പറയാൻ വേണ്ടിയിട്ട് തുടങ്ങും. അപ്പോൾ ഗുവ ആണെങ്കിൽ വന്നിട്ട് പറയും, എനിക്ക് ഓർമ്മയില്ലേ കഴിഞ്ഞ ഫൈറ്റിൽ എങ്ങനെ എൻ്റെ സോഡിനെ ചമ്മന്തിയാക്കിയത് എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് പറയുമ്പോൾ അവനക്ക് ഭയങ്കര ദേഷ്യം വരും. അങ്ങനെ നിൽക്കുമ്പോൾ ഇവനാണെങ്കിൽ അതിൻ്റെ ദേഷ്യത്തിൽ അവൻ്റെ VIP കാർഡിനെ കാണിച്ചിട്ട് പറയും, എനിക്ക് സുനീൻ്റെ ഒപ്പം ലിന്നീൻ്റെ ഒപ്പം ഫസ്റ്റ് ട്രയൽ നടത്തണം പറയും. അപ്പോൾ തന്നെ സുനി പറയും, എനിക്ക് ലിന്നീൻ്റെ ഒപ്പം ഫസ്റ്റ് ട്രയൽ നടത്തണം എന്ന് ഓളെ VIP കാർഡ് കാണിച്ചിട്ട് പറയും. പക്ഷേങ്കിൽ മാനേജറാണെങ്കിൽ ടാങ്ങിനായിരിക്കും സമ്മതിക്കുന്നുണ്ടാവുക അതിന് ട്രയൽ നടത്താൻ വേണ്ടിയിട്ട്. അപ്പോൾ ടാങ് പറയും, മാനേജർ ഒരിക്കലും എൻ്റെ കാര്യം, അതായത് എൻ്റെ വാക്ക് അവഗണിക്കൂല. കാരണം എന്താ വെച്ചാൽ ഈ കട തന്നെ ഇൻ്റെതാണ്. അങ്ങനെ ഒരു ബാറ്റിൽ ഗ്രൗണ്ട് മാറിക്കത്ത ഒരു സ്ഥലത്തേക്ക് എത്തും. ഇവരാണെങ്കിലും ഭയങ്കര സേഫ്റ്റി പ്രധാനമാക്കിയിട്ട് പടച്ചട്ടൊക്കെ ഇട്ടിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക. അങ്ങനെ ഫസ്റ്റ് തന്നെ ഓരോൻ്റെ സ്പിരിറ്റിനെ പുറത്തേക്ക് വിളിക്കും. എന്നിട്ട് അങ്ങനെ ഒരു മരത്തടി വെച്ചിട്ട് അത് രണ്ടും കട്ട് ചെയ്ത് കാണിക്കും ഓൻ്റെ സ്വേർഡിൻ്റെ മൂർച്ച കാണിക്കാൻ വേണ്ടിയിട്ട്. അത് കണ്ടപ്പോൾ തന്നെ നമ്മൾ ലിന്നിൻ്റെ കിളി പോയിട്ടുണ്ടാവും കേട്ടോ. അങ്ങനെ ഒരു ഭയങ്കര, അതായത് ഇവന് ഫുൾ പവർ യൂസ് ചെയ്തിട്ട് അവളെ അറ്റാക്ക് ചെയ്യും. പക്ഷെ അവൾക്ക് വലിയ മാസിൽ പിടിക്കേണ്ട ആവശ്യമൊന്നും വന്നില്ല. ജസ്റ്റ് ഒരു ടച്ച് കൊണ്ട് തന്നെ അത് തടുത്ത് നിർത്താൻ പറ്റി. മാത്രമല്ല അത് ഡീമൺസിൻ്റെ സ്പിരിച്വൽ പവർ ഉള്ളതുകൊണ്ട് തന്നെ ഡീമൺസിൻ്റെ എന്തൊരു സാധനം വന്നിട്ട് അതിന്മേൽ ടച്ച് ചെയ്യും. അത് കാരണം തന്നെ ആ സ്വേർഡിനും അതുപോലെ തന്നെ ഓനിക്കും അതിൻ്റെ ബാക്ടീരിയ കയറും. അപ്പോൾ പെട്ടെന്ന് എന്തൊരു സാധനം വന്നിട്ട് ആ സ്വേർഡ് കട്ട് ചെയ്യും. അത് വേറെ ഒന്നും ആവില്ല, ഭയങ്കര കത്തിയായിരിക്കും. അപ്പോൾ ഓൻ എന്തിനാണ് കട്ട് ചെയ്ത് വെച്ചാൽ ആ പോയിസൺ കാരണം ഇവൻ മരിക്കേണ്ടതായിരുന്നു. പക്ഷേങ്കിൽ ഓൻ മരിക്കും കൂടി ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. ഓനിപ്പോൾ സോംബി കണക്കേക്കുന്നു. അങ്ങനെ ലിന്നിന് ഭയങ്കര പൊലിവായിട്ടാണ് തോൽപ്പിച്ചതിന്. അങ്ങനെ അന്നേ ദിവസം രാത്രിയായപ്പോൾ കൗൺസിലർ പതുക്കെ റീജനറേറ്റ് ചെയ്തിട്ട് അയാൾ ശരിക്കും സാധാ രൂപത്തേക്കായി. അങ്ങനെ അയാൾ റിങ് തപ്പിക്കൊണ്ടിരിക്കുമ്പോഴേക്കും ലിന്ന് അതുമായി പോകണ്ട. അപ്പോൾ ഓളെ സോഡ് കാണാൻ മനസ്സിലായി അതിൽ അയാൾ റിങ് ആണെന്ന്. അങ്ങനെ അയാൾ റിങ്ങിന് കാണിച്ചിട്ടാണ് ഈ എപ്പിസോഡ്. ഇങ്ങനെ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ. താങ്ക് യു.